ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ വീണ്ടും സംസ്ഥാന അവാർഡുകളൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ മമ്മൂക്കാക്ക്, അതായത് മമ്മൂട്ടിക്കാണ് ഈ തവണത്തെയും മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ 7ാമത്തെ സംസ്ഥാന അവാർഡ് ആണ്. അതായത് മികച്ച നടന് എന്നുള്ള രീതിയിൽ ഒരുപാട് വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മമ്മൂട്ടി എന്ന് പറയുന്ന ഒരുപാട് തവണ അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇത്തവണ ആസിഫ് അലിക്കോ അങ്ങനെ ഏതെങ്കിലും ഒരു നല്ല, അല്ലെങ്കിൽ ബേസിലിനോ അല്ലെങ്കിൽ സൗബിൻ താഹിറിനോ ഒക്കെ കൊടുക്കാമായിരുന്നു മികച്ച നടനുള്ള 1ാമത്തെ പുരസ്കാരം എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി അത് കഴിഞ്ഞു. എൻ്റെയും പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ അത് തന്നെയാണ്. മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ, ഇവർക്ക് രണ്ടുപേർക്കും പ്രത്യേകിച്ച് ഇനിയൊന്നും തെളിയിക്കാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ബ്രഹ്മയുഗത്തിൽ അദ്ദേഹം ഗംഭീര പെർഫോമൻസ് ഒക്കെ തന്നെയായിരുന്നു, അതിലൊരു സംശയമില്ല. എന്തൊക്കെയായാലും നമുക്ക് മമ്മൂക്കായ്ക്ക് കിട്ടിയിട്ടുള്ള സംസ്ഥാന അവാർഡുകളും അതേപോലെ തന്നെ ദേശീയ അവാർഡുകളും മാത്രം, അതും സംസ്ഥാനവും ദേശീയവും മാത്രമേ നമ്മൾ പരിശോധിക്കുന്നുള്ളൂ. ആദ്യമായിട്ട് ഇദ്ദേഹത്തിന് ഒരു സംസ്ഥാന അവാർഡ് ലഭിക്കുന്നത് 1981 IV ശശി, ടി ദാമോദരൻ ടീമിന്റെ കൂടെ ഇറങ്ങിയിട്ടുള്ള അഹിംസ എന്ന് പറയുന്ന സിനിമയിലായിരുന്നു ഇദ്ദേഹത്തിന് മികച്ച 2ാമത്തെ നടനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇനി 1984 അടിയൊഴുക്കുകളിൽ ആണ് ഇദ്ദേഹത്തിന് ബെസ്റ്റ് ആക്ടറിന് ആദ്യമായിട്ട് ബെസ്റ്റ് ആക്ടറിനുള്ള ഒരു സംസ്ഥാന അവാർഡ് ആദ്യമായിട്ട് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ മമ്മൂട്ടിയുടെ കൂടെ മോഹൻലാൽ, സീമ ഇവരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇതും ഒരു IV ശശി ചിത്രമായിരുന്നു. ഇനി 1989 അന്ന് വടക്കം വീരഗാഥ, മൃഗയ, മഹായാനം തുടങ്ങിയിട്ടുള്ള 2-3 സിനിമകളിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. പിന്നീട് അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് ഈ സിനിമകളുടെ 1990 അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചു. 2004 കാഴ്ചയിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് കേരള സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചു. 2009 പാലേരി മാണിക്കം, ഒരു പാതിര കൊലപാതകത്തിന്റെ കഥയ്ക്ക് അദ്ദേഹത്തിന് മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചു. 2022 നൻപകൽ നേരത്ത് മയക്കം, ജോസ് പല്ലിശ്ശേരി സിനിമയിൽ അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചു. 2024 ബ്രഹ്മയുഗം, വീണ്ടും ഒരു വർഷത്തെ ഗ്യാപ്പിൽ വീണ്ടും അദ്ദേഹത്തിന് മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് അങ്ങനെ വീണ്ടും ലഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് 3 തവണ അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് നോക്കാം. 1989 അന്ന് ഒരു വടക്കം വീരഗാഥയിലെ ചന്തുവിനും അതുപോലെ മതിലുകളിലെ ബഷീറിനെ അവതരിപ്പിച്ചിട്ടുള്ളതിനും അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ആദ്യമായിട്ട് ലഭിച്ചു. ഇനി അതുപോലെ തന്നെ 1993 പിന്നീട് ഇതും 2 സിനിമകൾക്കാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. വിധേയൻ, പൊന്തന്മാട, ഈ 2 സിനിമകളിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചു. 2ഉം ക്ലാസിക് സിനിമകളാണ്. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ സിനിമകളും ക്ലാസിക് സിനിമകളാണ്. അപ്പോൾ മമ്മൂട്ടിയുടെ പഴയകാല സിനിമകൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്ലാസിക് സിനിമകൾ കാണാൻ വേണ്ടി പറ്റും. ഒരു 90കളുടെ ശേഷം, 90കളുടെ അവസാനത്തോടു കൂടി ഇത്തരം മികച്ച സിനിമകളുടെ അഭിനയം അദ്ദേഹത്തിന് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അതുപോലെ തന്നെ 2000 പിന്നീട് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ എന്ന് പറയുന്ന സിനിമയിൽ, അതൊരു ഇംഗ്ലീഷിലും ഹിന്ദിയിലും കൂടി എല്ലാം കൂടി ആയിട്ട് എടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. സിനിമയുടെ റിലീസ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2000 അദ്ദേഹത്തിന് എന്തായാലും ആ സിനിമയിലെ അംബേദ്കറിനെ അവതരിപ്പിച്ചതിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചു. ഇതുകൂടാതെ ഒരുപാട് മറ്റ് സ്റ്റേറ്റ് അവാർഡുകൾ, അല്ലാത്ത അവാർഡുകളും പ്രധാനപ്പെട്ട അവാർഡുകളൊക്കെ മമ്മൂക്കാക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊന്നും ഞാനിവിടെ പരാമർശിക്കുന്നില്ല. എന്തൊക്കെയായാലും ഇത്രയും അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുള്ള വ്യക്തിക്ക് ഇനി അവാർഡുകൾ ആവശ്യമുണ്ടോ എന്നുള്ളത് ഒരു തർക്ക വിഷയം തന്നെയാണ്. ആസിഫ് അലിയെ പോലെ അല്ലെങ്കിൽ പറയുന്ന പുതിയതായിട്ട് വരുന്ന ആളുകളെയല്ല ഇനി നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്ന് തന്നെയാണ് ഞാനും ഇവിടെ എൻ്റേതായിട്ടുള്ളൊരു പേഴ്സണൽ അഭിപ്രായം അത് തന്നെയാണ്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ രേഖപ്പെടുത്തുക.